കോംട്രസ്റ്റ് ഫാക്ടറി ഒരു കാലത്ത് കോഴിക്കോടിന്റെ അഭിമാനമായിരുന്നു ഈ ഫാക്ടറി. ഈ ഫാക്ടറിയോട് അവഗണന സംസ്ഥാന സർക്കാർ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബജറ്റിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി നടപടികൾ പോലും കൈക്കൊണ്ടിട്ടില്ല. ഇതെല്ലാം തൊഴിലാളികളെ തീർത്തും നിരാശരാക്കിയിരിക്കുകയാണ്. അനഘയാണ് രാവിലെ നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നത്. അനഘ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കോംട്രസ്റ്റ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരാതികളും ഒക്കെ ഉയരുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, ഒരുപക്ഷെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ കഴിഞ്ഞ വർഷമൊക്കെ വളരെ സജീവമായി ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ബജറ്റിൽ വീണ്ടും അവഗണനയാണ്. സർക്കാരോ അധികൃതരോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തീർച്ചയായും അനു, ഗുഡ് മോർണിംഗ്. ഏതായാലും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് കോഴിക്കോടിന്റെ അഭിമാനമായിട്ടുള്ള ഒരു ഒന്നായിരുന്നു ഈ കോൺട്രസ്റ്റ് എന്ന് പറയുന്നത്. 2009 ഈ കോൺട്രസ്റ്റ് ഫാക്ടറി അടച്ചുപൂട്ടുന്നത്. തുടർന്ന് നിരവധി സമരങ്ങൾ ഈ കോൺട്രസ്റ്റ് തുറക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നടന്നു. 2017 ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണമെന്നും പൂട്ടി അന്നു മുതലുള്ള എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് നൽകണം എന്നുമുള്ള ഒരു ഉത്തരവും ഇടുകയായിരുന്നു. ഇതിനെതിരെ മാനേജ്മെന്റ് പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നീട് ഈ ബിൽ രാഷ്ട്രപതിക്ക് മുമ്പിൽ എത്തുകയും ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു. എങ്കിലും ഈ കോൺട്രസ്റ്റ് ഏറ്റെടുക്കാൻ പിന്നീട് ഈ സർക്കാർ തയ്യാറായില്ല. ബജറ്റിൽ വീണ്ടും ഒരു നടപടി ആളുകൾ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ തൊഴിലാളികൾ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും ബജറ്റിൽ ഈ കോൺട്രസ്റ്റ് ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കാത്തത് തൊഴിലാളികളെ വീണ്ടും നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. ഏതായാലും ഒരു കാലത്ത് കോഴിക്കോടിന്റെ അഭിമാനം തന്നെയായിരുന്നു ഈ കെട്ടിടം എന്ന് അതിപ്പോൾ നഗരഹൃദയത്തിൽ തന്നെ ചെയ്യുന്ന ഈ കെട്ടിടം ഇപ്പോൾ സമൂഹ വിരുദ്ധരുടെ താവളം കൂടി തന്നെയാണ് എന്നുള്ളതാണ് ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ സമൂഹ വിരുദ്ധരായിട്ടുള്ള ചില ആളുകളെ ഇവിടെ നിന്ന് കോൺട്രസ്റ്റിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും സർക്കാർ വീണ്ടും കോൺട്രസ്റ്റിനെ അവഗണന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അനു. അങ്ങനെ ഈ നിയമ പോരാട്ടത്തിലടക്കം സർക്കാരിൻ്റെ അലംഭാവമാണ് ഒരുപക്ഷെ തൊഴിലാളികളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കോൺട്രസ്റ്റ് ഇപ്പോൾ എനിക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് ഏറ്റെടുക്കൽ ബില്ല് നിലവിൽ വരും മുമ്പ് തന്നെ ഈ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല എന്നൊക്കെ അന്ന് നിയമ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. എന്നിട്ട് പോലും ഈ ബില്ല് വന്നതിന് ശേഷം പോലും ഇപ്പോഴും, അല്ലെങ്കിൽ നിയമമായതിനു ശേഷം ഇപ്പോഴും തുടരുന്ന ഈ അലംഭാവം അത് ഏത് വിധേനയാണ് അധികൃതർ വിശദീകരിക്കാൻ ഒരുങ്ങുന്നതും? അതായത് ഈ കോൺട്രസ്റ്റ് ഇനി ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന് അതൊരു നഷ്ടത്തിലേക്കായിരിക്കും ഈ കോൺട്രസ്റ്റിന്റെ പ്രവർത്തനം പോവുക എന്നുള്ളതാണ് സർക്കാർ വിശദമാക്കുന്നത്. എങ്കിലും അതായത് നമുക്ക് ഏറ്റവും തമാശ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്ന് നിരന്തരം വാദിക്കുന്ന ഒരു സർക്കാരാണ്. അത്തരത്തിലുള്ള ഒരു സർക്കാരാണ് AITUC അടക്കം ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്ക് AITUC ആണ് ഇത്തരത്തിലുള്ളൊരു സമരം കാലാകാലം കൊണ്ടുപോകുന്നത്. അതായത് ഭരണഘടനയിലുള്ള ഒരു തൊഴിലാളി സംഘടന തന്നെ ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് പോയിട്ട് പോലും അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അനഘ, എന്തായാലും ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ എന്നുള്ളൊരു പേര് മാറ്റേണ്ടി വരും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്, കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്.